സ്വാഗതം. പ്രധാന വാർത്തകൾ. കുന്നംകുളത്തെ ബിവറേജസ് കോർപ്പറേഷൻ തെക്കേപ്പുറത്തേക്ക് മാറ്റി സ്ഥാപിക്കാനുള്ള തീരുമാനത്തിനെതിരെ ശക്തമായ ജനകീയ പ്രക്ഷോഭം. തെക്കേപ്പുറത്ത് ബിവറേജസ് തുടങ്ങരുതെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ മന്ത്രിക്ക് നിവേദനം നൽകി. കുന്നംകുളത്ത് ഇൻഡോർ സ്റ്റേഡിയം യാഥാർത്ഥ്യമാവുന്നു. ബജറ്റ് രഹസ്യങ്ങൾ ചോർന്നതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ പ്രതിഷേധ പ്രകടനം. കുന്നംകുളത്ത് നഗരസഭ വനിതാ ഹോസ്റ്റലിന് തറക്കല്ലിട്ടു. അടുപ്പൂട്ടിയിലെ ജനങ്ങൾ കുടിവെള്ളത്തിനു വേണ്ടി മന്ത്രിക്ക് നിവേദനം നൽകി. പഴഞ്ഞി എംബറേഴ്സ് ക്ലബും കൊച്ചി ക്യാൻസർ സൊസൈറ്റിയും സംയുക്തമായി സൗജന്യ ക്യാൻസർ പരിശോധന നടത്തുന്നു. പഴഞ്ഞിയിലെ ഫുട്ബോൾ മേളയ്ക്ക് കമ്മിറ്റി രൂപീകരിച്ചു. വാർത്തകൾ വിശദമായി. കുന്നംകുളത്തെ ബിവറേജസ് കോർപ്പറേഷൻ തെക്കേപ്പുറത്തേക്ക് മാറ്റി സ്ഥാപിക്കാനുള്ള തീരുമാനത്തിനെതിരെ ശക്തമായ ജനകീയ പ്രക്ഷോഭം. കുന്നംകുളത്ത് പ്രവർത്തിക്കുന്ന ബിവറേജ് ഔട്ട്ലെറ്റ് ഹൈക്കോടതി തീരുമാനപ്രകാരം മാറ്റി സ്ഥാപിക്കാനുള്ള ഗവൺമെന്റ് നടപടിക്കെതിരെ കുന്നംകുളത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ അമർഷം പുകയുന്നു. ചൊവ്വന്നൂർ, പുതുശ്ശേരി എന്നിവിടങ്ങളിലാണ് ആദ്യം ആലോചിച്ചിരുന്നതെങ്കിലും ശക്തമായ സമരത്തെ തുടർന്ന് മാറ്റുകയായിരുന്നു. ഏറ്റവും അവസാനം കുന്നംകുളത്തെ ബിവറേജ് മാറ്റാൻ തെക്കേപ്പുറമാണ് അധികാരികൾ കണ്ടെത്തിയത്. ഇതിനെതിരെ ജാതി, മത, രാഷ്ട്രീയ, പ്രാദേശിക വ്യത്യാസമില്ലാതെ ജനങ്ങൾ ഒറ്റക്കെട്ടായി സമരരംഗത്തിറങ്ങി. നാട്ടിൽ നിലനിൽക്കുന്ന സമാധാന അന്തരീക്ഷം തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും ബിവറേജ് തെക്കേപ്പുറത്ത് തുടങ്ങാമെന്ന് ആരും കരുതേണ്ടെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. തെക്കേപ്പുറം അമ്പലം, MJD ഹൈസ്കൂൾ, അങ്കനവാടി, അടുത്തടുത്തുള്ള നൂറുകണക്കിന് വീടുകൾ എന്നിവയ്ക്കടുത്ത് യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ബിവറേജ് മാറ്റി സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത്. സ്ത്രീകളും കുട്ടികളുമടക്കം നൂറുകണക്കിന് ആളുകൾ സമരത്തിൽ പങ്കെടുത്തു. സമരത്തിന് കൗൺസിലർമാരായ ശ്രീജിത്ത് ശങ്കരപുരം, അനൂപ് തയ്യിൽ, TA പീറ്റർ, മനോഹരൻ കണ്ടണശ്ശേരി, ബാലചന്ദ്രൻ TA തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിൽ പ്രസംഗിച്ചു. ദീപക് കിളിയമ്പറമ്പിൽ, സുജാത സുധാകരൻ, KV സുരേഷ് എന്നിവർ നേതൃത്വം നൽകി. ഈ വിദേശ മദ്യഷോപ്പ് ഇവിടെ ആരംഭിക്കുന്ന കുത്തക മുതലാളിമാരുടെ വീട്ടിലേക്കും അതുപോലെ തന്നെ ഈ ഷോപ്പിന്റെ മുന്നിലേക്കും നമ്മൾ ഈ സമരത്തിന്റെ രണ്ടാം ഘട്ടം എന്ന നിലയിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ്. വളരെയധികം സമാധാനപരമായിട്ടാണ് ഇപ്പോൾ ഈ സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടുകൊണ്ട് തന്നെ ആളുകൾ ഈ സമരം ശക്തിപ്പെടുന്നതുകൊണ്ട് തന്നെ ഈ ബിവറേജ് ഷോപ്പ് ആരംഭിക്കുന്നതിൽ നിന്നും പിന്നോട്ട് പോകണമെന്നാണ് എനിക്ക് ആദ്യമായി ഇവിടെ പറയാനുള്ളത്. സമരത്തിന്റെ അടുത്ത ഘട്ട നിലയിൽ നാളെ മുതൽ ഈ സമരം ഉജ്ജ്വലമാക്കുന്നതിന് വേണ്ടി നിങ്ങൾ എല്ലാവരും ഞങ്ങളോടൊപ്പം ഉണ്ടാകണം. അതുപോലെ തന്നെ ഈ ബിവറേജ് ഷോപ്പിന്റെ പണി പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും ബിവറേജിന്റെ ലോഡുമായിട്ടുള്ള മദ്യക്കുപ്പികളുമായി വാഹനം ഇവിടെ എത്താൻ സാധ്യതയുണ്ട്. തെക്കേപ്പുറത്തെ വിറ്റ് സ്വന്തം സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ഇവിടെ നിലകൊള്ളുന്ന ഈ കുത്തക മുതലാളിക്കെതിരെ നാളെ മുതൽ നടക്കുന്ന സമരത്തിന് നിങ്ങളേവരും ഒറ്റക്കെട്ടായി ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ സർക്കാരിനോടും അധികാരികളോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ നാടിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ സമരം ചെയ്യുന്നത്. ഈ നാട്ടുകാർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ സമരം ചെയ്യുന്നത്. ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയാണ് ഈ സമരം. ഈ സമരത്തെ സമാധാനപരമായി നടക്കുന്ന ഈ സമരത്തെ അടിച്ചമർത്താൻ നോക്കുകയല്ല. ഈ സമരത്തിന് പിന്തുണ തന്നുകൊണ്ട് സർക്കാരും പോലീസും ഞങ്ങളോട് കൂടെ കൂടിച്ചേരണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. നമ്മുടെ നാടിന് ആ ബിവറേജ് വരുന്നതോടുകൂടി നമ്മുടെ സഹോദരിമാർക്കും അമ്മമാർക്കും വഴി നടക്കാനുള്ള
ഒരു ഭയമില്ലാത്ത നടക്കാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന രീതിയിലേക്കാണ് തെക്കേപ്പുറത്തിനെ കൊണ്ടെത്തിക്കുന്നത്. ഇതിന്റെ പിന്നിൽ കളിക്കുന്നവർ ആരായാലും ഒരു കാര്യം മനസ്സിലാക്കണം, ഈ രാജ്യത്ത് ഒരുപാട് സമരങ്ങൾ നടന്നിട്ടാണ് പലതും മാറ്റം ചെയ്തിട്ടുള്ളത്. എൻ്റെ പ്രിയ സുഹൃത്തുക്കള് അത്തരത്തിലൊന്ന് മാറ്റി ചിന്തിക്കണം എന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതുപോലുള്ള വൻകിടതും ചെറുതുമായ വലുതും ചെറുതുമായ ഒട്ടേറെ സമരങ്ങൾ നടക്കുന്നുണ്ട്. ഇത് നമ്മുടെ ബന്ധപ്പെട്ട അധികാരികൾ കണ്ണു തുറക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് രാവിലെ ഈ നാടിന്റെ ഈ മണ്ഡലത്തിന്റെ MLA-യും അദ്ദേഹം മന്ത്രി കൂടിയാണ്. അദ്ദേഹത്തിന് നമ്മൾ നിവേദനം കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ നിവേദനം കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇപ്പൊ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പരിശോധിക്കാം എന്നാണ് പറഞ്ഞത്. പരിശോധന എത്രയാണെങ്കിലും അതിന് ബന്ധപ്പെട്ട പാർട്ടിയും ഘടകങ്ങളും ഈ പ്രദേശത്തുണ്ട്. അവരൊരു കാര്യം കണ്ട് മനസ്സിലാക്കി പറയേണ്ടതുണ്ട്. അത് ഒരുപാട് കാലം പാർട്ടി പ്രവർത്തിച്ച ഒരു വലിയത്തിന്റെ പേരിൽ പറയാണ്. ഞങ്ങൾ ഒരുപാട് സമരം കണ്ടവരാണ്, ഒരുപാട് സമരത്തിൽ പങ്കെടുക്കുന്നവരാണ്. അതുകൊണ്ട് ഈ ബീവറേജ് ഷോപ്പിൽ നിന്നും ഈ ഗവൺമെന്റും അതിന്റെ ബന്ധപ്പെട്ട കൺസ്യൂമർ ഫെഡും അതിന്റെ ഭരണാധികാരികളും അത് ശ്രദ്ധയിൽപ്പെടുത്തി ഇതിൽ നിന്ന് പിന്മാറണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇനും ഇതുപോലെ സമരങ്ങൾക്ക് ഒത്തുകൂടി നമ്മളിവിടെ നിരന്തരം സമരം ചെയ്യേണ്ടി വരും. കാരണം എത്ര കൊടുത്താലും കൊണ്ടാലും കാണാത്ത ഒരു വർഗമാണ് ഭരണാധികാരി വർഗം. സമരത്തിന്റെ ഗതി മാറിക്കൊണ്ട് നടത്താൻ പോകാൻ ഉദ്ദേശിക്കുന്ന ഇതിൽ എല്ലാവരും ഒരാളും പിന്മാറാതെ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. തെക്കേപ്പുറത്ത് ബിവറേജസ് തുടങ്ങരുതെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാർ മന്ത്രിക്ക് നിവേദനം നൽകി. കുന്നംകുളത്തെ ബിവറേജ് തെക്കേപ്പുറത്തേക്ക് മാറ്റി സ്ഥാപിക്കാനുള്ള നടപടിയിൽ പ്രതിഷേധിച്ച് മന്ത്രിക്ക് നാട്ടുകാർ നിവേദനം നൽകി. ആയിരക്കണക്കിന് നാട്ടുകാരാണ് പ്രതിഷേധ പ്രമേയത്തിൽ ഒപ്പിട്ടത്. നാടിന്റെ ശാന്തിയും സമാധാനവും ബിവറേജ് ഔട്ട്ലെറ്റ് ഇല്ലാതാക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. മന്ത്രി AC മൊയ്തീനെ നേരിൽ കണ്ടാണ് നിവേദനം നൽകിയത്. മുരളി സംഘമിത്ര, സനീഷ് കോടത്തൂർ, PK മോഹനൻ എന്നിവർ നേതൃത്വം കൊടുത്തു. കോളേജ് പോണ വഴി, അംഗൻവാടി പോണ വഴി, അമ്പലത്തിലേക്ക് പോണ വഴി, കുന്നംകുളത്ത് ഇൻഡോർ സ്റ്റേഡിയം യാഥാർത്ഥ്യമാവുന്നു. കുന്നംകുളത്തെ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. ഈ ബഡ്ജറ്റിൽ 2 കോടി രൂപ കൂടി വകയിരുത്തിയതോടെ ഇൻഡോർ സ്റ്റേഡിയം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയാണ്. ശ്രീ ബാബു M പാലിശ്ശേരി MLA ആയിരിക്കുമ്പോൾ 5.5 കോടി രൂപ അനുവദിച്ച് പണി തുടങ്ങിയ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ പണി പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഈ തുക വകയിരുത്തിയിട്ടുള്ളത്. സ്റ്റേഡിയം നിർമ്മാണം പൂർത്തിയായാൽ പ്രധാന മത്സരങ്ങൾ കുന്നംകുളത്ത് നടത്തുവാൻ സാധിക്കും. സാധാരണ ജില്ലാ ആസ്ഥാനങ്ങളിൽ മാത്രമേ ഇൻഡോർ സ്റ്റേഡിയങ്ങൾ നിർമ്മിക്കാറുള്ളൂ എന്നതാണ് കുന്നംകുളത്തിന്റെ കായിക പ്രാധാന്യം വിളിച്ചോതുന്ന ഈ നിർമ്മാണം. കുന്നംകുളത്തിന്റെ വികസനത്തിന് വളരെയേറെ സാധ്യതകൾ ഉള്ള ഒരു ബഡ്ജറ്റാണ് ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. കുന്നംകുളത്തെ ഒരു ഇൻഡോർ സ്റ്റേഡിയം അതൊരിക്കലും അനുവദിക്കപ്പെട്ട് കിട്ടുമെന്ന് ആരും കരുതിയതല്ല. കാരണം ജില്ലാ തലസ്ഥാനങ്ങളിലൊഴികെ ഇൻഡോർ സ്റ്റേഡിയങ്ങൾ അനുവദിക്കുക വളരെ അപൂർവമാണ്. അതാണ് ജില്ലാ തലസ്ഥാനമല്ലാത്ത കുന്നംകുളത്ത് ഒരു ഇൻഡോർ സ്റ്റേഡിയം. അതും 5.5 കോടി രൂപയാണ് അതിന് അനുവദിച്ചത്. 5.5 കോടി രൂപയ്ക്ക് വേണ്ടിയുള്ള പദ്ധതികളെല്ലാം ആവിഷ്കരിച്ചു. AS-ഉം TS-ഉം കിട്ടിയപ്പോൾ കിട്ടാനൊക്കെ കുറച്ച് വൈകി, പണി തുടങ്ങാൻ കുറച്ച് വൈകി. പക്ഷേ ആ പണി അതിവേഗത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ടൊരു 3/4 ഭാഗം പണി ഏതാണ്ട് അതിന് പൂർത്തീകരിച്ചു സീനിയർ ഗ്രൗണ്ടിൽ. പക്ഷെ അത് പണി പൂർണ്ണമായിട്ട് കഴിയണമെങ്കിൽ ഒരു 1.5-2 കോടി രൂപയോളം കൂടി വേണം എന്ന് അതിൻ്റെ എഞ്ചിനീയറും ബന്ധപ്പെട്ട ആളുകളും എല്ലാം എന്നോട് പറഞ്ഞിരുന്നു. അത് ബന്ധപ്പെട്ട ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്താമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ ഈ ബഡ്ജറ്റിൽ ആ പണി പൂർത്തീകരിക്കാൻ 5.5 കോടിക്ക് പുറമേ ആ പണി 5.5 കോടി കഴിഞ്ഞാൽ ബാക്കിയുള്ള പണി കൂടി പൂർത്തീകരിക്കാൻ വേണ്ടി 2 കോടി രൂപ ഈ ബഡ്ജറ്റിൽ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. ബജറ്റ് രഹസ്യങ്ങൾ ചോർന്നതിൽ പ്രതിഷേധിച്ച്
കോൺഗ്രസിന്റെ പ്രതിഷേധ പ്രകടനം. LDF സർക്കാരിന്റെ ബഡ്ജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതിനെതിരെ കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ശക്തമായി പ്രതിഷേധിച്ചു. കോൺഗ്രസ് ഓഫീസിൽ നിന്നും തുടങ്ങിയ പ്രതിഷേധ റാലി നഗരം ചുറ്റി ടൗണിൽ സമാപിച്ചു. പ്രതിഷേധ സമരത്തിന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K. ജയശങ്കർ നേതൃത്വം നൽകി. ബജറ്റ് രഹസ്യങ്ങൾ ചോർത്തിയ ധനകാര്യമന്ത്രി തോമസ് ഐസക് രാജിവെക്കണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. കുന്നംകുളത്ത് നഗരസഭ വനിതാ ഹോസ്റ്റലിന് തറക്കല്ലിട്ടു. നഗരസഭയുടെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന ആദ്യ വനിതാ ഹോസ്റ്റലിന് രാവിലെ 9 മണിക്ക് മന്ത്രി AC മൊയ്തീൻ തറക്കല്ലിട്ടു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായിരുന്നു. 3 നിലയിൽ നിർമ്മിക്കുന്ന ഹോസ്റ്റലിന്റെ 30 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ആദ്യത്തെ നില ഇപ്പോൾ നിർമ്മിക്കുന്നത്. സ്ത്രീ ജീവനക്കാർക്ക് നഗരത്തിൽ താമസിക്കാൻ നഗരസഭയുടെ നേതൃത്വത്തിൽ വനിതാ ഹോസ്റ്റൽ നിർമ്മിക്കുക എന്നത് നീണ്ട കാലത്തെ ആവശ്യമായിരുന്നു. വനിതാ നഗരസഭ അധ്യക്ഷയായിരിക്കുമ്പോൾ തന്നെ ഇത് യാഥാർത്ഥ്യമാവുകയാണ്. ചടങ്ങിൽ ശ്രീ സുമൻ KS, കുന്നംകുളം മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ ശ്രീ PM സുരേഷ്, ശ്രീമതി ഗീത ശശി, ശ്രീ KK മുരളി, ശ്രീമതി സുമ ഗംഗാധരൻ, AV ഷാജി, ബിനോയ് ബോസ്, മിഷ സെബാസ്റ്റ്യൻ എന്നിവർ പ്രസംഗിച്ചു. സുമ ഗംഗാധരൻ, ഷാജി ആലിക്കൽ, മിഷ സെബാസ്റ്റ്യൻ, K. സോമൻ, അതുപോലെ തന്നെ നഗരസഭയുടെ മുൻ ചെയർമാനായിരുന്ന KC ബാബുവേട്ടൻ വനിതാ ഹോസ്റ്റലിൽ നിന്ന് ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നിർമ്മാണ പ്രവർത്തനം ഇപ്പോൾ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. കുന്നംകുളത്തിന്റെ എന്ത് വികസനത്തിന് വേണ്ടിയിട്ടും ഞാൻ ഉൾപ്പെടെയുള്ളവർ തന്നെ പറയാവുന്ന ഒരു കാര്യമാണ്. എന്ത് വികസന കാര്യങ്ങൾ നമ്മൾ കുന്നംകുളത്ത് നടക്കുന്നതിൽ അതിലൊരു ഇതും ഞങ്ങൾ കാണിക്കില്ല. രാഷ്ട്രീയത്തിനെ മാനിക്കാതെ തന്നെ കൊണ്ട് അതിന് ഞങ്ങളുടെ ചെയർപേഴ്സൺ എല്ലാ പിന്തുണയും ഞങ്ങൾ ഉണ്ടാവുമെന്നാണ് ഈ വേദിയിൽ വെച്ച് തന്നെ ഞങ്ങൾ പറയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് നമുക്കറിയാം വനിതകൾക്കൊക്കെ സുരക്ഷിതമായി എന്ന് വഴിയിറങ്ങി നടക്കാൻ പറ്റാത്തൊരു കാലമാണ്. എന്തായാലും ഇപ്പോഴെങ്കിലും ഇതിനൊരു ശാപമോഷം ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ ഭരണസമിതിക്ക് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊള്ളുകയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മൂലേപ്പ ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി. 6 പതിറ്റാണ്ട് പ്രവർത്തന പാരമ്പര്യമുള്ള മൂലേപ്പ ടെക്സ്റ്റൈൽസിൽ ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് എന്നിവർക്കായുള്ള തുണിത്തരങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു. ക്യാപ് ടോപ്പ്, വെൽവെറ്റ് ഫ്രോക്സ്, ഗൗൺ ഫ്രോക്സ്, പാനമേരിക്ക, MCR, രാംരാജ്, ഏഞ്ചൽ ഫോം എന്നീ കമ്പനികളുടെ തുണിത്തരങ്ങളും ലഭ്യമാണ്. മൂലേപ്പ ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. റോജാപ്പാക്ക് മാനുഫാക്ചറിംഗ് ഓഫീസ് NVKM & Sons ഡിണ്ടിഗൽ. സോൺ ഡിസ്ട്രിബ്യൂട്ടർ റോജ ഏജൻസീസ് കുന്നംകുളം. ഫോൺ 9446145776 9446145778.
മന്ത്രിക്ക് നിവേദനം നൽകി. കുന്നംകുളം നിയോജകമണ്ഡലത്തിലെ കാണിപ്പയ്യൂർ ചൊവ്വന്നൂർ വില്ലേജിൽ അടുപ്പൂട്ടിക്കുന്ന് ദേശത്ത് നിവാസികൾ അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിലാണ്. കാലങ്ങളായി ഈ പ്രദേശത്ത് കുടിവെള്ളം ലഭിക്കാറില്ല. കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി MLA ഫണ്ടിൽ നിന്നും ടാങ്കും കുഴൽക്കിണറും അനുവദിച്ചു തരണമെന്ന് ജനങ്ങൾ മന്ത്രിക്ക് നൽകിയ അപേക്ഷയിൽ ആവശ്യപ്പെട്ടു. കുന്നംകുളത്തെ ഏറ്റവും ഉയർന്ന പ്രദേശമാണ് അടുപ്പൂട്ടി. പഴഞ്ഞി എംബറേഴ്സ് ക്ലബും കൊച്ചി ക്യാൻസർ സൊസൈറ്റിയും സംയുക്തമായി സൗജന്യ ക്യാൻസർ പരിശോധന നടത്തുന്നു. പഴഞ്ഞി എംബറേഴ്സ് ക്ലബിന്റെയും കൊച്ചി ക്യാൻസർ സൊസൈറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ 2017 മാർച്ച് 7-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 10 മണി മുതൽ പഴഞ്ഞി ഹാപ്പി ഹോം ഓഡിറ്റോറിയത്തിൽ വെച്ച് സൗജന്യ ക്യാൻസർ നിർണയ ക്യാമ്പ് നടത്തുന്നു. പഴഞ്ഞിയുടെ സ്വന്തം ഡോക്ടർ CP രാവുണ്ണിക്കുട്ടി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നു. ക്യാൻസറിനെ കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസിന് ഡോക്ടർ M രേണു നേതൃത്വം കൊടുക്കുന്നു. കൊച്ചിൻ ക്യാൻസർ സൊസൈറ്റിയുടെ വിദഗ്ധ സംഘം പരിശോധന നടത്തി ആവശ്യമായ രോഗികൾക്ക് മാമോഗ്രാം ടെസ്റ്റ് സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു. പഴഞ്ഞിയിലെ ഫുട്ബോൾ മേളയ്ക്ക് കമ്മിറ്റി രൂപീകരിച്ചു. ഫുട്ബോൾ ഫ്രണ്ട്സ് പഴഞ്ഞിയുടെ 36ാമത് സെവൻസ് ഓപ്പൺ ഫ്ലഡ് ലൈറ്റ് അഖില കേരള ഫുട്ബോൾ ടൂർണമെന്റ് 2017 ഏപ്രിൽ 2-ന് വൈകിട്ട് 8 മണിക്ക് പഴഞ്ഞി ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ആരംഭിക്കുന്നു. ഈ ജനകീയ ഫുട്ബോൾ ടൂർണമെന്റിന്റെ മുഖ്യ രക്ഷാധികാരികളായി കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ CK സദാനന്ദൻ മാസ്റ്ററെയും തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ K ജയശങ്കർ എന്നിവരെയും ഈ ടൂർണമെന്റിന്റെ ചെയർമാനായി കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്തിന്റെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ കോടത്തൂർ ഗംഗാധരനെയും കൺവീനറായി PU ജേക്കബിനെയും ട്രഷററായി ബാപ്പു പള്ളിക്കരയെയും ക്യാപ്റ്റനായി KS ഷൺമുഖനെയും പബ്ലിസിറ്റി കൺവീനറായി സാബു ഐനൂരിനെയും തിരഞ്ഞെടുത്തു. 21-അംഗ കമ്മിറ്റിയും ഇതിനോടൊപ്പം തിരഞ്ഞെടുത്തിട്ടുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുന്നംകുളത്തെ ബിവറേജസ് കോർപ്പറേഷൻ തെക്കേപ്പുറത്തേക്ക് മാറ്റി സ്ഥാപിക്കാനുള്ള തീരുമാനത്തിനെതിരെ ശക്തമായ ജനകീയ പ്രക്ഷോഭം. തെക്കേപ്പുറത്ത് ബിവറേജസ് തുടങ്ങരുതെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ മന്ത്രിക്ക് നിവേദനം നൽകി. കുന്നംകുളത്ത് ഇൻഡോർ സ്റ്റേഡിയം യാഥാർത്ഥ്യമാവുന്നു. ബജറ്റ് രഹസ്യങ്ങൾ ചോർന്നതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ പ്രതിഷേധ പ്രകടനം. കുന്നംകുളത്ത് നഗരസഭാ വനിതാ ഹോസ്റ്റലിന് തറക്കല്ലിട്ടു. അടുപ്പൂട്ടിയിലെ ജനങ്ങൾ കുടിവെള്ളത്തിനു വേണ്ടി മന്ത്രിക്ക് നിവേദനം നൽകി. പഴഞ്ഞി എംബറേഴ്സ് ക്ലബും കൊച്ചി ക്യാൻസർ സൊസൈറ്റിയും സംയുക്തമായി സൗജന്യ ക്യാൻസർ പരിശോധന നടത്തുന്നു. പഴഞ്ഞിയിലെ ഫുട്ബോൾ മേളയ്ക്ക് കമ്മിറ്റി രൂപീകരിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.